ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ രാത്രി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ പറയാറില്ലേ നമ്മൾ നൈറ്റ് റൈഡ് പോകും ഞാനും ചെറിയും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു നൈറ്റ് റൈഡ് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. ചെറിയ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ മിലി ഇരിക്കുന്നു, ചെറിയ റെഡിയാവുന്നു. മിലിക്കുട്ടി വരുന്ന മിലിക്കുട്ടി റൈഡിന് കമ്മിങ് ഫോർ ദ നൈറ്റ് റൈഡ്. പുബിടി ഇവിടെ എന്തെങ്കിലും നിൽക്കുന്നത് വരാൻ വേണ്ടിയിട്ടാണോ? നോക്ക് ഇതാണ് നമ്മുടെ ഇന്റീരിയർ ഗാർഡൻ ഗൈസ്, കണ്ടോളൂ. കുറേ ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്. കുറേ ഉണ്ടായിരുന്നു ഗൈസ്, ഇപ്പം ഇത് കുറഞ്ഞു പോയി. ഇത് നിറയെ ഉണ്ടായിരുന്നു, ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് മിലി ആപ്പിയിടുന്നത് ഗൈസ്. അവൾക്ക് ആക്ച്വലി ആണോ? അപ്പൊ ഞാൻ പോയിട്ട് വരാം ഗൈസ്. മിലിക്കുട്ടിയുടെ ലിറ്റർ ക്ലീൻ ചെയ്യുക. അവളവിടെ വെയിറ്റ് ചെയ്യുക, അവളുടെ ലിറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലിറ്റർ ബോക്സ് മിലിക്കുട്ടി അപ്പിയിടാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പിയോ ഞാൻ അവളുടെ ചുച്ചുവോ അപ്പി സിസ്റ്റം ക്ലീൻ ചെയ്തു. അയ്യോ എനിക്ക് ഒരു മിനിറ്റ് ഇനി അവള് ഹോപ്പ്ഫുള്ളി പോവായിരിക്കും. ഇതാ കണ്ടോ, ക്ലീൻ ചെയ്തപ്പോ അവള് മൂത്രം വയ്ക്കാൻ പോകുന്നത്. പാവം ഞങ്ങളുടെ മിലിക്കുട്ടി. ഓക്കെ ഗൈസ്, ഇപ്പോൾ മണി 3:30 നോർമലി ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് പുറത്ത് പോകാറുണ്ട്. ഈ ചായനപ്പോൾ മിലിയുടെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മൾ വീട് പൂട്ടി ഇറങ്ങുവാണ് ഗൈസ്. നോർമലി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ചായ കുടിക്കാറുണ്ട്, പിന്നെ ട്രിവാൻഡ്രം സിറ്റി കുറച്ച് മെയിൻ സ്ഥലങ്ങളിൽ ചുമ്മാ വെറുതെ കറങ്ങും. അപ്പോൾ വഴിയെ കാണാം. അതെ, സോ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ട് പോവാ? അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല ഗൈസ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ നൈറ്റ് റൈഡ് എന്നും പറഞ്ഞ് രണ്ടെണ്ണം പുറത്തോട്ട് ഇറങ്ങും. അതിന്റെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ചുമ്മാ ഈ അടിച്ച പെട്രോൾ മൊത്തം തീർക്കുക എന്നതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. അതാണ് ഉദ്ദേശം. പെട്രോൾ തീരുമ്പോഴത്തേക്കും നമ്മുടെ അഹങ്കാരം തീരും, പിന്നെ കുറച്ച് നാൾ വീട്ടിലിരിക്കും. അതെ, കുറച്ച് നാളെ വീട്ടില് അടങ്ങി ഒതുക്കിയിരിക്കും. അപ്പോഴത്തേക്ക് ഈ അസുഖത്തിന് ഒരു ശമനം ഉണ്ടാവില്ലേ ചായ? അതെ, എന്നിട്ട് ശമനമൊന്നും ഉണ്ടാവില്ല. കടം വാങ്ങിച്ച് പെട്രോൾ അടിച്ചിട്ട് പിന്നെ ഇറങ്ങും. കൊഴുപ്പിനൊരു കുറവുമില്ല. പക്ഷെ അതൊക്കെ വേണം ഗൈസ്. ഞാൻ നിങ്ങളുടെ അടുത്തും പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, ഫ്രണ്ട്സ് ആയാലും ആരായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് റൈഡ് ഇറങ്ങണം. രാത്രി ഉറക്കമില്ലാത്ത രണ്ട് അലവലാദികൾ എന്തൊക്കെ പറയണം നിങ്ങൾക്ക് തോന്നും, പക്ഷെ അങ്ങനല്ല. ഇതിപ്പോ മണി എത്ര? 3 മണിയാ? 3:30. നിങ്ങൾ ഈ 3:30 ഇറങ്ങണം എന്നല്ല പറയണം, പക്ഷെ എപ്പോഴായാലും നൈറ്റ് റൈഡ് ഒക്കെ ഇറങ്ങണം അല്ലേ? വണ്ടിയൊക്കെ എടുത്തോണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി ചുമ്മാ വെറുതെ അങ്ങനെ ദൂരമൊന്നും പോകണമെന്നില്ല. എവിടെയെങ്കിലൊക്കെ പോവാ, ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതെ, ഞാനും ഇച്ചായനും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി നമുക്ക് ട്രിവാൻഡ്രത്ത് 24 hours കടകൾ കാണാറില്ല. അപ്പോൾ പണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറങ്ങിയിട്ട് മ്യൂസിയം, ഈസ്റ്റ് ഫോർട്ട്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് കറങ്ങും അല്ലേ ചായ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മൾ പൊതുവെ ഇപ്പൊ ഇറങ്ങുന്നത് ചായ കുടിക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകും, വെട്ടുകാടുള്ളിൽ പോകും,
അങ്ങനെയൊക്കെയാണ്. രാത്രി നൈറ്റ് റൈഡിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ലേറ്റ് നൈറ്റ് റൈഡ്സിൽ നമ്മൾ ആകെപ്പാടെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ അടുത്ത് നമ്മുടെ ബൈപ്പാസ് റോഡിൽ ഇൻഫോസിസിന് അടുത്തൊരു കടയുണ്ട്. 24 hours തുറന്നിരിക്കുന്ന ഒരു ഷോപ്പുണ്ട്, ഒരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി നമ്മൾ ചായ കുടിക്കും. പിന്നെ വേറെ ഇടത്തും കിട്ടാത്തതുകൊണ്ടാണ് അവിടെ പോയി കുടിക്കുന്നത്. പിന്നെ അതല്ലാതെ നമ്മൾ പിന്നെ പള്ളിയിൽ പോകും അല്ലേ, നമ്മൾ വെട്ടുകാട് പള്ളിയിൽ പോകും. പിന്നെ ചുമ്മാ കറങ്ങും. പിന്നെ സിറ്റി തന്നെ ചുമ്മാ കറങ്ങും, മ്യൂസിയം, പിന്നെ നമ്മളിവിടെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. വണ്ടി പോകുന്നിടത്ത് നമ്മളും പോകുന്നു, അത്രേ ഉള്ളൂ. അതെ, എന്താന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് ഉറക്കമില്ല കേസ്. നമ്മളിപ്പോ രാവിലെ 7 മണിക്ക് ഉറങ്ങി അത് ശീലമായിപ്പോയി. അതുകൊണ്ട് വീഡേഴ്സ് ഇതുപോലെ രാത്രി അലഞ്ഞ് തിരിഞ്ഞ് പണ്ട് ഞാൻ ഇച്ചായനെ കൊണ്ട് ചായ ഇടിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ഇച്ചായനും ചായ ഇടാൻ മടിയായത് കൊണ്ട് നമ്മൾ പുറത്തു പോയി ചായ കുടിക്കും അല്ലേ ചായ. അതെ, രാത്രി ആയി കഴിഞ്ഞാൽ നമ്മള് പുറത്തു പോയി ഒരു ചായ കുടിക്കും. ഞാൻ ഇട്ട് കൊടുക്കാൻ എനിക്ക് മടിയായത് കൊണ്ടല്ല, പക്ഷെ നമ്മൾ ആ പോയി ചായ കുടിക്കുമ്പം ആ ഒരു റൈഡും എല്ലാം ഒരു സുഖമാണ്. അതുകൊണ്ട് അതെല്ലാവരും അത് ചെയ്ത് നോക്കൂ. നിങ്ങൾ ചെയ്ത് നോക്കൂ, പൊളിയാണ്. പണ്ട് നമ്മൾ കുറച്ചും കൂടെ നേരത്തെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. എന്തെന്ന് വെച്ചാൽ പണ്ട് എനിക്ക് തോന്നുന്നു കടകൾ അങ്ങനെ അധികം ഉണ്ടാവൂല. ആകെ ഒരു ഹാജി അലി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഹാജി അലിയില് നമ്മള് ഹാജി അലി അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കറങ്ങും. ഈസ്റ്റ് ഫോർട്ടുള്ള കടകളിലൊക്കെ പോവും. അങ്ങനെയായിരുന്നു. എന്തെന്ന് വെച്ചാൽ മാക്സിമം അവിടെ എനിക്ക് തോന്നുന്നു 1 മണി വരെ എങ്ങാണ്ടോ ആയിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ റോഡൊക്കെ വന്നതിന് ശേഷം ഈസിയാണ്, നമുക്ക് ടെക്നോ പാർക്ക് വരെ പോയിട്ട് വരാൻ അത്ര പ്രശ്നമൊന്നുമില്ല. സോ നമ്മള് ടീ ബൈറ്റ്സിൽ പോകും. സോ ആരെങ്കിലും രാത്രി വിശന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ടീ ബൈറ്റ്സ്, അത് ഞാൻ അധികം വായിച്ചുകൊണ്ടിരുന്ന ടീ ബൂയ്സ് എന്നൊക്കെയാണ്. അത് എനിക്ക് എൻ്റെ ടീമിൽ ശില്പയാണ് പറഞ്ഞത് അത് ടീ ബൈറ്റ്സ് ആണെന്ന്. അപ്പോൾ ഇറ്റ്സ് 24/7. നമുക്കവിടെ പോയാൽ പൊറോട്ട, പൊറോട്ട, ബീഫ് റോസ്റ്റ്, പിന്നെ ചിക്കൻ റോസ്റ്റ്, എന്തെങ്കിലുമൊക്കെ അല്ല. അവിടെ കുറച്ച് ലിമിറ്റഡ് മെനൂസേ ഉള്ളൂ. ഓരോ ടൈം പോലെ. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും ഉണ്ടോന്ന് അറിഞ്ഞൂടാ. പക്ഷെ 24/7 ഫുഡ് കാണും അല്ലേ ചായ? എല്ലാരും അവിടെ പോകുന്നുണ്ടോ അല്ലേ? നോർമലി ഇത്രയും വണ്ടിയൊന്നും നമ്മളിങ്ങനെ ചില്ലാണ് അല്ലേ. നമ്മൾ എവിടെ പോയാലും നമ്മൾ അങ്ങനെ ഒരു വെപ്രാളമോ അങ്ങനത്തെ ഒരു പരിപാടികളില്ല. അതുകൊണ്ട് ബേസിക്കലി നമുക്ക് അങ്ങനത്തെ ഒരു എവിടെയെങ്കിലും പോയാൽ തന്നെ നമുക്കൊരു ഇതില്ല അല്ലേ, നമുക്കൊരു ടെൻഷൻ. ടൈം ഇന്ന സമയത്ത് പോയി ഇപ്പം അറിയാലോ. നോർമലി നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പോവാണെങ്കിലും ഭാര്യയും ഭർത്താവും പോവാണെങ്കിലും ആര് പോവാണെങ്കിലും കൂട്ടത്തിൽ ഒരാളെങ്കിലും കാണും വെപ്രാളപ്പെടുത്തിയിട്ട് അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇഷ്ടം പോലെ ഫ്രണ്ട്സ്. ഇപ്പൊ പേരൊന്നും പറയുന്നില്ല, നാളെ കാണാനുള്ള പേരൊന്നും പറയില്ല, പക്ഷെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പം നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ നമ്മളൊരു ഹോട്ടലിൽ സ്റ്റേന് പോവാം അല്ലേ. ഒരു ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ നിൽക്കാൻ പോകുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം ഹസ്ബൻഡും വൈഫ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പോയതാണെങ്കിൽ തന്നെ കൂട്ടത്തിൽ ഒരാളെങ്കിലും കാണും. ഇപ്പോഴേ പോയി കിടന്നുറങ്ങിയ 1/2 മണിക്കൂർ കഴിഞ്ഞ് എണീക്കാം, അത് കഴിഞ്ഞ് നമുക്ക് അവിടെ പോകണം, എന്നിട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ രാത്രി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത് അവിടെ പോന്നൊക്കെ പറയും അല്ലേ. അതെ അതെ, ആക്ച്വലി നമ്മൾ എപ്പോഴും നോർമലി ഞാൻ വെച്ചാൽ എവിടെയെങ്കിലും പോവാണെങ്കിൽ വി ഓൾവേസ് ട്രൈ ടു ബുക്ക് 2 days. എവിടെ പോയാലും 2 ദിവസം ബുക്ക് ചെയ്യാൻ നോക്കുക. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പോകുന്ന ദിവസം നമ്മളുടെ മടി പിടിച്ച ദിവസമാണ്. അതെ, 2 days നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴേ നമ്മളെല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം 2 ദിവസം അവിടെ പോയി എന്ത് ചെയ്യാനിടയിൽ. സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ഉദ്ദേശമേ ഒന്നും ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ, അവിടെ ചെന്ന് വെറുതെ ചില്ലടിക്കാൻ, അപ്പൊ തോന്നുന്ന പോലെ ചെയ്യാൻ, ഉറങ്ങാൻ തോന്നുന്നു ഉറങ്ങുക, ഈ വെറുതെ കിടന്ന് സംസാരിക്കാൻ തോന്നുന്നു സംസാരിക്കുക. എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു സ്ഥലം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളവിടെ പോയി ചില്ലടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം 2 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടിൽ 2 ദിവസമൊക്കെ എന്ത് ചെയ്യാനും. ഒന്നും ചെയ്യരുത് ഗൈസ്, പോയിട്ട് ചില്ലടിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ് ആവുന്നത്. ആക്ച്വലി ഞങ്ങള് നീലേശ്വരത്ത് പോയപ്പോഴത്തേക്കും നമ്മള്
ശില്പയൊക്കെ ആയിട്ട് നീലേശ്വരത്ത് പോയില്ലേ? ശില്പ, ഞാന്, ഗൗരി, ജിലു, നമ്മള് മൂന്നല്ലല്ലോ, അപ്പൊ എത്ര പേരായി? 4 പേര്. നമ്മള് 4 പേരും കൂടെ പോയപ്പോഴത്തേക്കും ഇതുപോലെ ആയിരുന്നു. അവിടെ പോയപ്പോഴത്തേക്കും എനിക്കും ശില്പയ്ക്കും ഗൗരി ലൈക്ക് ഷീസ് ഗെയിം ഫോർ എന്തിനും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ശില്പയ്ക്കും ഒരിടത്തും പോവാൻ വയ്യ, ഭയങ്കര മടി, അവിടെ തന്നെ നിന്നാ കൊള്ളാന്നുണ്ട്. പക്ഷെ ജിലു മറ്റേ ഐറ്റിനറി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ്. രാത്രി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഒന്നുമില്ല ഗൈസ്. ഇതാണ് വ്യൂ ഗൈസ്. ഈ വ്യൂ കാണാനാണ് നമ്മൾ രാത്രി ഇങ്ങനെ ഇറങ്ങുന്നത്. നീ ബാക്കി പറഞ്ഞു. നീലേശ്വരത്ത് പോയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ജിലു ഫുൾ ഐറ്റിനറി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ അവൾക്ക് നമ്മള് തലേദിവസം രാത്രി ഫുൾ ഉറങ്ങിയില്ല. പക്ഷെ എന്നിട്ട് അവള് പറഞ്ഞു പക്ഷെ എന്തായാലും പിറ്റേ ദിവസം മൈസൂർ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ ഞാനൊക്കെ ജിലുവിനെ മനസ്സിൽ തെറി വിളിക്കായിരുന്നു. ഇവൾക്കിപ്പോ മൈസൂർ പോയില്ലെങ്കിൽ പറ്റൂല എന്നൊക്കെ വിചാരിച്ച് തെറി വിളിച്ചു. പക്ഷെ ശ്രീരാഗ് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതെ, ശ്രീരാഗ് ഉറങ്ങിയിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മള് പക്ഷെ പോയി. പക്ഷേ ആക്ച്വലി അന്ന് പക്ഷെ അങ്ങനെ പോയത് ഭയങ്കര അടിപൊളിയായിരുന്നേ പറയുള്ളൂ. മൈസൂർ പാലസ്. അന്ന് നിങ്ങളെല്ലാം അങ്ങനത്തെ ചില്ല ആൾക്കാരാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? പെട്ടെന്ന് ആൾക്കാർ പറയുന്ന ആൾക്കാർ ഇല്ല. അതില് 2 കൂട്ടരും ഉണ്ടായിരുന്നു. ലൈക്ക് പെട്ടെന്ന് പോ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ജിലുവിന് വാണ്ട് ടു എക്സ്പ്ലോർ പ്ലേസസ്. പക്ഷെ ഞാനും ശില്പയും ഭയങ്കര മടിച്ചുകളായിരുന്നു. പക്ഷെ ആക്ച്വലി ജിലു അങ്ങനെ പറഞ്ഞത് കൊണ്ട് മൈസൂർ പാലസ് കാണാൻ പറ്റി. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് അതല്ലല്ലോ, നീ ആ പോയിന്റിന്റെ പോയി. അല്ലല്ല, ആക്ച്വലി അന്ന് അങ്ങനെയുള്ള ഫ്രണ്ട്സും ഉള്ളപ്പോ ചിലപ്പോ യൂസ്ഫുൾ ആണെന്നാ പറഞ്ഞത്. അന്ന് ശരിക്കും മടി പിടിച്ചിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മൈസൂർ പാലസ് കാണാൻ പറ്റൂല. എന്റെ മടി മനസ്സിൽ ഇവിടെ ആർടെക്കിന്റെ വലിയൊരു ഫ്ലാറ്റ് വരുന്നു, ഒന്നും കാണാൻ പറ്റൂല. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ചെറിയ നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉള്ളതും നല്ലതാണ്, നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് സ്ഥലം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ടൂറിന് പോയി കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നു മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് പോകണം. നമ്മൾ ഈ റിസോർട്ടിലൊക്കെ ബുക്ക് ചെയ്ത് പോയിട്ട് അല്ലേ പുറത്ത് ആക്ച്വലി നമുക്കിന്ന് ഹലായിസിൽ പോവാം. ടീ ബൈറ്റ്സിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലല്ലോ, ചായ കുടിക്കുന്നത് മാത്രമേ ചെയ്തു. അപ്പം ഇപ്പൊ ഹലായിസ് ആക്ച്വലി 24/7 ആണ്. അവരുടെ അവിടെ ചായക്കടയുണ്ട്. അതെ, അവരുടെ ചായക്കട 24/7 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഹലൈസിൽ എത്തിയിരിക്കുന്നു. ഹലൈസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടീ ബൈറ്റ്സ്. സൂം ചെയ്യാൻ പറ്റുമോ? ടീ ബൈറ്റ്സ് ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകണ്ട. പിന്നെ അവരിങ്ങോട്ട് വരൂ? ഇല്ല, നമുക്ക് ഇവിടെ ഹലൈസിൽ പോവാം. അത് തന്നെ. നീ അതാണ് ഇത് ടീ ബൈറ്റ്സ് കാണിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. കാണാൻ പറ്റുമോ? കണ്ടുകൂടൻ ഇത് ഹലൈസ് ഇല്ല, കണ്ടുകൂടല്ലോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഹലൈസ് എത്തി. സാധാരണ നമ്മളിത് അവിടെയാണ് പോകുന്നത്, ടീ ബൈറ്റ്സിൽ. ഇവിടെയാണ് പോകുന്നത് നമ്മൾ നോർമലി. ഈ കടയിലാണ് പോകുന്നത്. ഇന്ന് നമ്മൾ സ്ട്രോങ്ങും മധുരം കുറച്ച്. അപ്പോൾ സാധാരണ നമ്മളത് അവിടെയാണ് പോകുന്നത് കൈസ്. അവിടെ പോയാണ് നമ്മൾ ചായ കുടിക്കുന്നത് നോർമലി. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി നമ്മളിതാ ഇവിടെ വന്നു. അതായത് ഹലായിസിൻ്റെ ചായക്കട ഇവിടെ വന്ന് ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് ഇൻഫോസിസ്, അപ്പുറത്താണ് ടെക്നോ പാർക്ക്. എവിടെയാണ് നിൽക്കുന്നതെന്ന് ട്രിവാൻഡ്രത്തിലുള്ളവർക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇതാണ് ഗൈസ് നമ്മുടെ പരിപാടി. രാത്രി വന്ന് ഇതുപോലെ വന്ന് ചായ കുടിക്കുന്നു, ചുമ്മാ ചായ കുടിക്കുന്നു, ചായ കൂടെ എന്തെങ്കിലും കടി കുടിക്കുന്നു. यस, यूट्यूब चैनल। अच्छा नाम क्या है? आपका नाम क्या है?
आपका नाम क्या है? मेरा नाम संजय। मेरा भी यूट्यूब चैनल है। आपका भी है? हाँ गाइस, നമുക്ക് ഒരു കോമ്പറ്റീറ്ററിനെ കിട്ടിയിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ. मैं नागालैंड से। नागालैंड से? हाँ ठीक है. आपका यूट्यूब चैनल नाम क्या? मेरा यूट्यूब का चैनल नाम है संजय वांगनावनान। സൺഡേ वांगनावनान। ഓൾറൈറ്റ് ഓക്കെ. ഞാൻ എനിക്ക് മനസ്സിലായില്ല ഗൈസ്, പുള്ളി എന്നെ പറയും. आपका चैनल मेरे को लिंक्डइन में सब्सक्राइब करेगा। ठीक है, दे दो. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇപ്പം തിരിച്ച് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്കൊരു പുതിയ സബ്സ്ക്രൈബ്, ഒരു ഫോളോവറിനെയും കിട്ടി, പുതിയൊരു യൂട്യൂബറിനെ കൂടെ കിട്ടി. सब्सक्राइब हो गया, ठीक है? हाँ ठीक है, താങ്ക് യു ബൈ, താങ്ക് യു. നല്ല മനുഷ്യരാണ് ബൈ, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം നല്ല മനുഷ്യരാണ്. നമ്മൾ ഇവിടെ നിന്ന് എപ്പോഴും ചായ കുടിക്കാറില്ല. ജാക്കറബി നമ്മൾ സാധാരണ ഇവിടെ നിന്ന് നമ്മൾ കുടിക്കാറുള്ള അല്ല ചായ, പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് കുടിക്കാമെന്ന് വെച്ച് നല്ലൊരു മനുഷ്യനെ കണ്ട് ചായ കുടിച്ചിട്ട് വരാൻ കഴിച്ചു. ആ ഇതാണ് നമ്മളുടെ ചായ സ്പോട്ട്. നമ്മുടെ ഹലോ ബൈ. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പം സൂം ചെയ്ത് കാണിച്ചു. ഇവിടെയാണ് നമ്മൾ നോർമലി പോയി ചായ കുടിക്കുന്ന സ്ഥലങ്ങൾ. ഇത് രണ്ടും അവർക്ക് തന്നെ ഹലായിസിന്റെ. ആണോ? അതെ, അന്ന് മറ്റേ ആ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ. അതെ സാർ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ചായ റെഡിയായി. ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഇവിടെ എല്ലാ വെറൈറ്റി ഫുഡും ഉണ്ട് ഗൈസ്. ചായയും കടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നാം തരം കടിയാണ് ഇവിടെ ഉള്ളത്. കാണിച്ചു തരാം, പുറത്ത് കൊണ്ട് ഉണ്ടാ ഇഷ്ടം പോലെ സാധനമുണ്ട് ഗൈസ്. ചായയും കടിയും വരാൻ പറ്റിയ സ്പോട്ടാണ്. നല്ല ചായയാണ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമ്മൾ മധുരമാണെങ്കിൽ മധുരം, അതല്ല എന്ത് ഐറ്റം ഉണ്ട്. കട്ട്ലറ്റ്, ഉണ്ണിയപ്പം, മറ്റേത് മറിച്ചത്, പിന്നെ മധുരം ടൈപ്പ് സാധനങ്ങൾ, ബണ്ണ്, ക്രോസാൻ, ഉണ്ട, ചക്ക, മാങ്ങ, എല്ലാ സാധനവും ഉണ്ട്. പൊളി സ്ഥലമാണ്, നല്ല സ്പോട്ടാണ് ഗൈസ്, വരാൻ പറ്റിയ സ്പോട്ട്. ഇത് 24/7 है यहाँ पर. 24/7 ഓപ്പൺ ആണ് ഗൈസ്. അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമുക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷം. ന്യൂ ദോസ്ത് മിൽ അതുകൊണ്ട് സന്തോഷം. അപ്പോൾ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് എന്ന് വിചാരിക്കും ഗൈസ്. പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ആ ചാനൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ ശരി ഗൈസ്, കാണാം. താങ്ക് യു ബൈ, बहुत अच्छी चाय थी. താങ്ക് യു, ബൈ ബൈ. ശരി ഗൈസ്, അപ്പം നമുക്ക് പോകാം, നമുക്ക് തിരിച്ച് പോവാം. അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പരിപാടികൾ. ഇതുപോലെ ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഇറങ്ങുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഡെസ്റ്റിനേഷനോ പ്ലാനോ പരിപാടികളൊന്നുമില്ല. ഇതുപോലെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയി ചായ കുടിക്കുക. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം, ഞാൻ പറഞ്ഞ പോലെ സ്ഥിരം ചായ കുടിക്കുന്ന സ്പോട്ടാണോ വെച്ചാൽ പോകാറുണ്ട്, പക്ഷെ അങ്ങനെ സ്ഥിരം സ്പോട്ടല്ല. എന്നാലും പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ലാണ്ട് അങ്ങ് പോയെങ്കിൽ ഇതുപോലെ ചായ കുടിക്കുക, പുതിയ പുതിയ ആളുകളെ കാണുക, പരിചയപ്പെടുക. ഇതൊക്കെ തന്നെ പരിപാടി. പുള്ളി പറഞ്ഞ ഹിന്ദി എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞ ഹിന്ദി പുള്ളിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളി നാഗാലാൻഡുകാരൻ. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി എന്താ പരിപാടി? നമ്മൾ ആ സൈഡിലോട്ട് പോവാണെങ്കിൽ ടീ ബൈറ്റ്സ് കാണിക്കാം. ടീ ബൈറ്റ്സ് കണ്ടല്ലോ കൈസ്, ഇത്രയും കണ്ടാൽ മോനെ. ഹലായിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടീ ബൈറ്റ്സ്. ആർക്കെങ്കിലും രാത്രി വിശക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ വന്നാൽ മതി. അപ്പൊ ഇനി അടുത്ത എന്താ സാറി പ്ലാൻ? അടുത്തെന്താ സാറി പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. എവിടെയും പോണോ? വീട്ടിൽ പോയാൽ വെട്ടുകാട് പള്ളി പോണോന്നുണ്ട്. പക്ഷേ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ചെറുതായിട്ട് മഴ ഡ്രിസ്ലിംഗ് ആയിരുന്നു. അതുകൊണ്ട് പോവാം, പോയിട്ട് തിരിച്ചു വരാം. കൊടാക്കി ഇരിപ്പുണ്ട്. അപ്പൊ ഒന്ന് പോയിട്ട് വരാം. നല്ല തലവേദനയുണ്ട്. തലവേദന മാറിയില്ലേ? തലവേദന മാറിയതാണ്, ഇപ്പൊ പിന്നെ വന്നു. അത് ഇത്രയും നേരം സംസാരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോ. നിങ്ങൾ കണ്ടല്ലോ ആരാണ് സംസാരിക്കുന്നത്, ഞാനാണോ? അയ്യോ അയ്യോ. അപ്പൊ നമുക്ക് എന്നാ വെട്ടുകാട് പള്ളി പോകാം. ശരി, അപ്പൊ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മിണ്ടിയും പറഞ്ഞിരിക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നമ്മളിങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ട്രിവാൻഡ്രം സിറ്റി ഇങ്ങനെ കറങ്ങും. പിന്നെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചി, നമ്മൾ ട്രിവാൻഡ്രം കൊച്ചിയാണ്.
കൂടുതലും അവിടെ കാണൂല ഇരുട്ട്. ട്രിവാൻഡ്രം കൊച്ചിയാണ് നമ്മളുടെ സ്ഥലങ്ങൾ. നമ്മുടെ സ്ഥലം കൊച്ചി ട്രിവാൻഡ്രം തന്നെയാണ്. പിന്നെ കൊച്ചിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കാറുണ്ട്. എന്റെ ചേച്ചിയുടെ വീട് അവിടെയാണ്. ചെറിയുടെ സിസ്റ്ററിന്റെ വീട് അവിടെയാണ്. അപ്പം ചെറിയുടെ സിസ്റ്ററും ഹസ്ബൻഡും അവിടെയാണ് താമസിക്കുന്നത്. അപ്പം അവിടെ പോയി നമ്മൾ നിൽക്കാറുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പോകാൻ പറ്റുന്നില്ല ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ ബ്രദറിൻലോ, പുള്ളി ചെറിയുടെ ബ്രദറിൻലോ വരുന്നുണ്ട്. നാളെ അല്ലേ? അല്ല, ആക്ച്വലി നാളെ, ഇന്ന് ഫ്രൈഡേ ആയല്ലോ. ഇന്ന് ഫ്രൈഡേ. അപ്പൊ നാളെ വരുന്നുണ്ട് നമ്മുടെ അനുവേട്ടോ, ഷൗട്ട് ഔട്ട്. വണ്ടി കാണിക്കണ്ട, ഒരു പൊട്ട വണ്ടി സൗണ്ട് മാത്രമേ. അയ്യോ, കുറെ ഉണ്ട് ഇതുപോലത്തെ ഇവിടെ. ലുലുമോൾ നമ്മുടെ ലുലുമോളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഈ ആൾക്കാർ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്? കാരണം അവര് വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം കാണാൻ പറ്റും. നമ്മള് പാതിരാത്രി എത്ര മണിക്ക്? 4 മണി കഴിഞ്ഞ് ഗൈസ്. 4 മണി കഴിഞ്ഞ 4 മണിയായി. അങ്ങനെ നമ്മൾ വെട്ടുകാട് പള്ളി എത്തി ഗൈസ്. നമുക്കൊന്ന് ലൈറ്റായിട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, നമ്മൾ സ്ഥിരം വരാറുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ് വെട്ടുകാട് പള്ളി. അപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. ഹായ്, വെട്ടുകാട് പള്ളി, വെട്ടുകാട് ബീച്ച്. ഓക്കെ, വെട്ടുകാട് പള്ളിയുടെ നടയിൽ നിന്ന് നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇവിടെ അധികം നേരം നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ ഇടമല്ല. കാരണം ഇവിടുത്തെ ലോക്കൽസ് വന്ന് പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യും. അപ്പം നമ്മൾ നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ നിന്നൊക്കെ തിരിച്ചു വന്നു ഗൈസ്. വീട്ടിലെത്തി. ഞാൻ വണ്ടി പാർക്ക് ചെയ്തു, കാറിനകത്തിരിക്കുകയാണ്. വീട്ടിനകത്തോട്ട് കയറാൻ പോവുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇത്ര ഉണ്ടായതുള്ളൂ നമ്മുടെ നൈറ്റ് റൈഡ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് റൈഡ് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ വെറുതെ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷനോ ഒന്നും ഇല്ലാതെ അങ്ങ് ഇറങ്ങിയിട്ട് എവിടെയൊന്നുമില്ലാതെ എവിടെയെങ്കിലും പോകുന്നു. ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചായ കുടിക്കും. പ്രത്യേകിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ അപ്പം സ്പോട്ടിൽ തോന്നുന്ന സ്ഥലത്തോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പള്ളിയിൽ പോകാൻ തന്നെ, വെട്ടുകാട് പള്ളിയിൽ പോകാൻ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനായിട്ട് വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയൊന്നുമല്ല. ചുമ്മാ പോയി ഒരു ചായ കുടിച്ച് എന്നിട്ട് പള്ളിയിൽ പോകാമെന്ന് വെച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. നമ്മൾ തിരിച്ചെത്തി. ഇപ്പോൾ നല്ല ഉറക്കക്ഷീണവും തലവേദനയുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. സാധാരണ അങ്ങനെ ഉറക്കക്ഷീണമൊന്നും വരാറില്ല രാത്രി. പക്ഷേ ഇപ്പോൾ നല്ല ഉറക്കക്ഷീണവും നല്ല തലവേദനയുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങി നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ വീട്ടിലും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് രാത്രിയൊക്കെ ഇതുപോലെ ഒരുപാട് ലേറ്റ് നൈറ്റ് വേണ്ട, എപ്പോഴെങ്കിലൊക്കെ, എല്ലാ ദിവസവും വേണ്ട, വല്ലപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കായാലും വൈഫിൻ്റെ കൂടെ ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ആരുടെ കൂടെ ആയാലും ചുമ്മാ ഒരു നൈറ്റ് റൈഡ് പോകുക ഗൈസ്. അടിപൊളിയാണ്. നൈറ്റ് റൈഡിൽ പോയി പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിക്കണം, കുറച്ച് കറങ്ങണം, സൂപ്പറാണ്. അങ്ങനെയൊക്കെ ചെയ്യുക ഗൈസ്. സമയമില്ല നമ്മൾ പറയും, സമയമൊക്കെ കണ്ടെത്താവുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് നൈറ്റ്. വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് മൂത്രമൊഴിച്ചിട്ട് കിടന്നുറങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഉറക്കമായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യൂ, ജോളിയായിട്ടിരിക്കൂ ഗൈസ്. ബൈ.